ഹലോ ഫ്രണ്ട്സ്, ഇതേ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വന്ന ഉടനെ പോയതാണ് നമ്മുടെ പായസം മേടിക്കാൻ വേണ്ടിയിട്ട് വിസ്മയിലേക്ക്. അവിടെ പാൽപ്പായസം ഉണ്ടായില്ല, അപ്പോൾ പരിപ്പ് പായസമാണ്. ഞാൻ ഒന്ന് മുകളിൽ റൂമിൽ പോയിട്ട് ഇറങ്ങണ സമയത്തിന് പരിപ്പ് പായസം പകുതിയും കാലിയായിട്ടാണ്. അപ്പോൾ ബോളിയും മേടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാൽപ്പായസത്തിൻ്റെ കൂടെയാണ് ബോളി കഴിക്കാൻ രസം. കുട്ടാപ്പിയുടെ അടുത്ത് ഒരു സ്പൂൺ എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോൾ അവർ കയ്യിൽ എടുത്തോണ്ട് വന്നു നമ്മുടെ പായസം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സദ്യയിലൊക്കെ കിട്ടത്തില്ല ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ദേ ബോളിയിൽ ഒഴിച്ച് കഴിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് ബോളിയിൽ കുറച്ച് പായസം ഒഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ആ പായസം കൊണ്ട് ഒരു അത്തപ്പൂക്കളത്തിൻ്റെ ഡിസൈൻ തന്നെ ചെയ്ത് കിട്ടാം. എന്നിട്ട് ദേ ബോളിയും നമ്മുടെ പരിപ്പും കൂടി കൂട്ടി ചേർത്ത് കഴിക്കണം. ഫസ്റ്റ് ടൈം ആയിട്ടോ ബോളിയും പരിപ്പും കൂടി ചേർത്തിട്ട് കഴിക്കണം. പക്ഷേ പരിപ്പ് പായസമായിട്ട് കഴിക്കണം. പാൽപ്പായസമായിട്ടോ കേട്ടോ കഴിച്ച് നോക്കിയിട്ടുള്ളത്. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വെറുതെ പറയില്ല. നമ്മുടെ പാൽപ്പായസത്തിൻ്റെ അത്രയും ടേസ്റ്റ് വരില്ലെങ്കിൽ സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്കൂടെ ഓൻ കൈയിട്ട് വരാന്നേ, അതിൽ നിന്ന് തട്ടിപ്പറിച്ച് കഴിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ട്. അത് വേറൊരു സുഖം കേട്ടോ. അത് കഴിക്കുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെയാണ് കേട്ടോ. എന്നിട്ട് ദേ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ള ബോളിയും പായസം എല്ലാം തട്ടി ഇട്ടിട്ട് ഓനുണ്ടല്ലോ എടുത്തോണ്ട് ഒറ്റ ഓട്ടം വരുന്നു പായസവും ഇതും കൊണ്ട്.